അപ്പോൾ നമ്മൾ ഇതുവരെ സോട്ട് അനാലിസിസ് എന്താണ്, അതിൻ്റെ ടിപ്സ് ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി സോട്ട് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അതായത് സോട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡയഗ്രാം ബേസ് ചെയ്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡയഗ്രാം ചെയ്യുമ്പോൾ ആ ഡയഗ്രാം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം, കുറച്ച് മുൻകരുതലുകൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ ആ സോട്ടിനെ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രീഫായിട്ടാണ് നമ്മൾ സോട്ട് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ് ടു ദ പോയിൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് കറക്റ്റ് പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, സോട്ട് ഡയഗ്രാമിൽ നമ്മൾ നോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം സോട്ട് ഡയഗ്രാം അല്ലെങ്കിൽ സോട്ട് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്ടറിലെയോ ഹാഫ് ഇയറിലെയോ അല്ലെങ്കിൽ ഇയറിലെയോ ഒക്കെ നമ്മളൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോട്ട് ഡയഗ്രാം അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സിനും ഒരു ഗോള് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണും. അപ്പോൾ ആ ഒരു ഗോള് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ സോട്ട് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യാൻ. നാലാമത്തെ പോയിൻ്റ് എംപ്ലോയീസിൻ്റെ ഫീഡ്ബാക്ക്, സജഷൻസ്, ഇതൊക്കെ നമ്മൾ അവരോട് ചോദിക്കണം. അത് ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോട്ട് ഡയഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കാരണം അവരുടെ സജഷൻസ് ഫീഡ്ബാക്കും എടുക്കുന്നത് നമ്മുടെ വർക്കിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അഞ്ചാമത്തെ പോയിൻ്റ്, എല്ലാ എംപ്ലോയീസിൻ്റെ അടുത്തും ഈ ഒരു ഡയഗ്രാം അവർക്ക് റെഫറൻസിന് വേണ്ടി അവരുടെ അടുത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് പുതിയൊരു എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് കടന്നു വരുമ്പോൾ അവർക്കും അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു സോട്ട് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യേണ്ടത്.